വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇടുക, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ലാസ്റ്റ് വരെ പൊട്ടാൻ നിൽക്കുന്ന ബലൂൺ ആരത്താണ് ഓൽക്കാണ് നമ്മൾ ഇതിൽ പ്രൈസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളെ ഗെയിമും ചലഞ്ച് മത്സരത്തിൽ കാറിന്റെ സൈലൻസറിൽ ബലൂൺ വെച്ച് പൊട്ടിക്കുക. ഞാനിപ്പോൾ ഇവിടെ കാർ വെച്ചത് 7 കാറുണ്ട്. അതായത് ഒരു ഇന്നോവ, പിന്നെ ഐക്രോസ്, അപ്പുറത്തൊരു സ്വിഫ്റ്റ് ഉണ്ട്, ഇന്നോവ, താറ്, എത്തിയോസ്, ബലേനോ, ഒരു ജീപ്പ്. 2 വണ്ടി ഇതിൽ പെട്രോൾ വണ്ടിയാണ്. ആ ഇന്നോവ ഹൈബ്രിഡും ഈ പിന്നെ ബലേനോ വണ്ടി. ഈ ബലൂൺ നമ്മൾ സൈലൻസറിന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇവര് വണ്ടി കയറി സ്റ്റാർട്ടാക്കിയിട്ട് പിന്നെ ഇവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് ആ റേസിങ്ങിൽ, ആ ഒരു സ്ലോ റേസിങ്ങിൽ ആരെ ബലൂനാണ് ലാസ്റ്റ് ഈ 7 വണ്ടിയിൽ ഏത് വണ്ടിന്റെ ബലൂനാണ് ലാസ്റ്റ് വരെ പൊട്ടാതെ നിൽക്കുന്നത്, ലാസ്റ്റ് പൊട്ടുന്ന ബലൂന് ഓൽക്ക് നമ്മൾ പിന്നെ ക്യാഷ് പ്രൈസ് ആയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, അല്ലെങ്കിൽ ഡീസലാണ് ഡീസൽ. ഇതാണ് നമ്മളത് മത്സരം കേട്ടോ. വരി, ഈ ഒരു കളി ഇതുവരെ ഞാനോട് കണ്ടിട്ടില്ല. ഞാൻ നമ്മളൊരു ഐഡിയയിൽ വെച്ച കളിയാണ്. നിങ്ങൾ കളി ഒന്ന് കണ്ട് നോക്കി. ഓക്കെ, വാ. ബലൂനോടെ കിട്ടിയില്ല ഇതിന്. ഇവിടെ ഇൻസുലേഷനോടെ, എടാ ഇൻസുലേഷനോടെ ഈ നോക്ക്. ഇത് നമുക്ക് ബലൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ബലൂൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറിയോ, നല്ല നമ്മള് ഇതുകൊണ്ട് ഇൻസുലേഷൻ ചെറ്റിയിട്ട് അവിടെ നിർത്തുകയാണ്. കാരണവശാൽ ഊരിപ്പോരരുത്. ആ മൈക്ക് വെച്ചിട്ടുണ്ട്. പരസ്യം ചെയ്യണോ? താറ് ഇതിൽ കാരട അതിന് ചിറ്റ്. ആ ഒക്ക ബക്കത്തെ ചിറ്റ്. ബലൂൻ അപ്പുറത്ത് പിടിച്ചോ. ഡ്രൈവർമാരോടെ ബാക്കിൽ നിന്ന് വണ്ടിന്റെ ബാക്കിൽ നിന്ന് ഓക്കെ പരിചയപ്പെടില്ലേ? അവിടെ നാട് പിടിച്ചാൽ മതി. മനോട് വേണ്ട. വണ്ടി കയറിയിട്ട് വണ്ടി വിസിലടിക്കുന്ന സമയത്ത് ഒപ്പര സ്റ്റാർട്ടാക്കല് നേരം വൈകിക്കുകയാണെങ്കിൽ ലാസ്റ്റിക്ക് നമ്മള് ആ ടൈം നമ്മൾ നോക്കൂട്ടോ. സ്റ്റാർട്ടായാലും നേരം വൈകിക്കുകയാണെങ്കിൽ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇടുക, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ലാസ്റ്റ് വരെ പൊട്ടാൻ നിൽക്കുന്ന ബലൂൺ ആരത്താണ് ഓൽക്കാണ് നമ്മൾ ഇതിൽ പ്രൈസ് കൊടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റിലെ രണ്ട് വണ്ടി നമ്മൾ തെരഞ്ഞെടുക്കും ലാസ്റ്റിലെ. ആ ഓക്കെ ഗ്ലാസ് എല്ലാവരും താത്ത. നാളെ വണ്ടി കയറിക്കോളി എല്ലാവരും. വണ്ടി കയറി ഓക്കെ. ഇതിൽ നിങ്ങളെ വണ്ടിന്റെ സൈലൻസർ ഞാൻ ചെക്ക് ചെയ്തില്ല കേട്ടോ. ഓട്ടമുള്ള, അതായത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ബലൂന് വീർക്കാത്തുണ്ടെങ്കിൽ ഓല് ഇതിന്ന് പുറത്താട്ടോ. അതായത് സൈലൻസറിന്റെ ഓട്ടമുള്ളത് ഞാൻ ചെക്ക് ചെയ്തില്ല. സൈലൻസറിന് ചെറിയ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബലൂൺ വീർക്കൂല. ബലൂൺ ഓട്ടം വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ. ഇനി വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാലോ. ഓക്കെ, ഹൈബ്രിഡ് ഡീസലാട്ടെ. ഹൈബ്രിഡ് ഡ്രൈവ് കൂടോ? ഓക്കെ ഒന്ന് മുന്നോ പോ. വാ ഇങ്ങോട്ടോ. ആരും മുന്നിൽ കേട്ടോ. ആ വലവും പൊട്ടട്ടെ. എന്നിട്ട് പൊട്ടട്ടെ, ആ വലവും പൊട്ടട്ടെ.
ഈ വണ്ടി സൈലൻസർ ഓട്ടം കേട്ടോ. അത് ചെക്ക് ചെയ്യും. അത് റേസ് ലാസ്റ്റ് ചെക്ക് ചെയ്യും. ഹൈബ്രിഡ് ഈ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് സൈലൻസർ കൂടെ വരികയെന്നാ തോന്നല്ല വണ്ടി പോകുമ്പോ അല്ലെ വണ്ടി ഹൈബ്രിഡ് സൈലൻസർ കൂടെ ആരും വരുന്നില്ല. ഡ്രൈവറിനല്ലേ? ഓക്കെ ഇതില് ഒന്ന് ബാക്കി ക്യാമറ ഓക്കെ ബാക്കി ലാസ്റ്റ് ബാക്കി നിക്കേ ഡ്രൈവ് കിട്ടോളാം. ബലൂൺ ഓട്ടല്ല, അത് ഞാൻ ചെക്ക് ചെയ്യും. നമുക്ക് ചെക്ക് ചെയ്യാം. ധാരാ ബലൂൺ കുടിക്കിനേ. ഓക്കെ ഇത് ഓക്കെ ഇത്യോസിന്റെ ബലൂന് വെച്ച സമയത്ത് ചെറിയൊരു ഓട്ടായിട്ടാണ് അത് പൊട്ടാത്തത്. ഓക്കെ ഇപ്പൊ ഇവരുടെ റെഡി ആയിട്ടോ. ഇതിലേ ഇവര് ആദ്യം ഗിയർ ഇട്ടത് ഏത് നിങ്ങൾ പറയണി ഓപ്ഷൻ പറയണി മുജുവാക്ക? ആദ്യമല്ല ഡ്രൈവിംഗിലല്ല, ആദ്യം ന്യൂട്രലിട്ട് ഡ്രൈവിംഗ് ഇട്ടാലേ പോക വരുള്ളൂ അല്ലേ? ഓക്കെ ഇവിടെ രണ്ട് കാറ് എടാ ഒന്ന് നോക്കിട്ടാ ഇങ്ങനെ പിടിച്ചോട്ടോ. ഓക്കെ വാ അല്ല ജീപ്പിന്റെ മോലായിട്ടോ. ആ ഇല്ല ഇതിലിപ്പോ എന്താരോ ആ വണ്ടിയിൽ ബലൂൺ വെച്ചതിൽ പോയി. ഈ വണ്ടിയിൽ നമ്മളെന്താരോ ബലൂന് വെച്ചതിൽ തന്നെ വെച്ച സമയത്ത് ഞാനല്ലോ ബലൂൺ വെച്ചത്, ആരോ വെച്ചാണ് ആ വെച്ചയില് സൈലൻസർ തട്ടിയിട്ട് ഓട്ടായി പോയി. നമുക്ക് നമ്മൾ ആകെ 7 ബലൂൺ അതിന് കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മൾ ഓൺലൈനിൽ വരുത്തിയ ബലൂൺ, ഒരു ബലൂന് ഏകദേശം 200 രൂപ വിലയുണ്ട്. അപ്പോ ഇനിയിപ്പോ എന്താരോ ഈ ഒരു മത്സരത്തിന് നമ്മൾ 7 ടീമിന് നമ്മൾ 7 കാർ നമ്മൾ വെച്ചല്ലോ. ഓക്കെ ചുറ്റുമ്പോ ഓട്ടം എന്തായാലും ആവൂല, ഞാനാ ചുറ്റിയായി. അല്ല അതിന് മുന്നേ ആരും ചുറ്റും ചെയ്താണ്. ആ വാ ഓക്കെ എത്യോസ് നമ്മൾ ഓഫ് ആക്കിട്ടോ. ഇനിയുള്ളത് ബൊലോനുണ്ട്, ആ സ്വിഫ്റ്റ് ഉണ്ട്. ആ 2 വണ്ടി പെട്രോളാട്ടോ. ഇതില് ഈ ബാക്കിയുള്ള വണ്ടിക്ക് ഡീസൽ അല്ലേ? ഇനിയോ അന്റെ വണ്ടി ഡീസൽ അല്ലേ? നാസറാന്റെ വണ്ടി ഡീസൽ അല്ലേ? പെട്രോളാ ജീപ്പ്. പിന്നെ പെട്രോൾ വണ്ടി ഈ ഇന്നോവന്റതും ഇതിന്റെ ബാൻ തീരുമാനമായിട്ടുണ്ട്. വാ നിങ്ങള് ഒന്ന് ബാക്ക് വെക്കോ, ഒന്ന് ബാക്ക് വെക്കോ. സ്വിഫ്റ്റ് ഓക്കെ റെഡി. ഇനി അടുത്ത് ബലാനുണ്ട് ഇവിടെ. നല്ല പൊട്ടത്. ഓക്കെ ഇവരുടെ വലുതാണ്. നിങ്ങൾ ആദ്യം ആ പണി ചെയ്താൽ മതി. ഏത് ഒന്ന് ബാക്ക് കുറച്ച് ബാക്ക് ആ ക്യാമറയിൽ ഒന്നും കാണൂല. കുറച്ച് നോക്കട്ടോ ഇതുപോലൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാട്ടോ. ഞാൻ പറഞ്ഞല്ലോ എത്യോസിൽ ബലൂൺ വെച്ചുകൊടുത്ത് പാളിപ്പോയി. മറ്റേത് അത് പിന്നെ അത് അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്? അതായത് ഹൈബ്രിഡിൽ പോകണ്ടാവൂല. ഇവിടെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ആക്കിയാൽ സൈലൻസർ കൂടെ ഒന്നും വരൂല. അല്ലേ ആ ഒരു സിസ്റ്റം നമുക്ക് അറിയില്ല. അതുകൊണ്ട് എന്താരോ മാറിക്കാളിന്റെ അതിന്റെ അടുത്ത് മാറിക്കളാം. ഒന്ന് ബാക്ക് ഈ മത്സരത്തിന് മുന്നേ ഞാൻ 20 റുപ്യന്റെ ബലൂൺ വെച്ചിട്ട് ടെസ്റ്റ് എടുത്തിന്. അന്നും ഈ വണ്ടിയാട്ടോ വിജയിച്ചേ.
20 ബലൂൺ. ഇതിപ്പോ 200 ബലൂനാ. ഈ ബലൂനാ പെട്രോൾ. ഇത് 2000 എത്ര മോഡലുള്ള വണ്ടി? 2000. ഇതില് ആ ജീപ്പ് വരുന്നത് 1996 ജീപ്പ് നമ്മൾ മുതലാട്ടോ. പിന്നെ 2020 മോഡല്. ഇത് 2013 മോഡൽ എത്തിയോസ്. ഇത് 2021 മോഡൽ താറ്. ഈ ഇന്നോവ 2006 മോഡലാട്ടോ. 6 8 ആണ്. ഇതിന്റെ ബലൂന്റെ അടുത്ത് കൂടെ ഉള്ളത്. ഇത് ഈ ഹൈബ്രിഡ് വരുന്നത് ഇന്നോവ ഐക്രോസ് വരുന്നത് 2024 ഇത് 2022 2021. ഓക്കെ. വാ വാ, ക്യാമറ ഓക്കെ അല്ലേ? പുത്തു ക്യാമറ ഓക്കെ അല്ലേ? എടാ നോക്കിയാ ആ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നോക്കിയാ ഓക്കെ. ഒന്ന് സ്റ്റാർട്ടാക്കിയ റൈസാക്ക് ഓല് ആദ്യം ആ പണി ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ. ആ വണ്ടി ഇപ്പൊ റൈസ് ആക്കിട്ടോ. ഇതിലെ ഇനി എന്ത് തീരുമാനം എടുക്കാന്നുള്ളത് വരി വണ്ടിയുടെ ഡ്രൈവർമാര് വരി നമുക്ക് എന്ത് തീരുമാനം എടുക്കാന്നുള്ളതാ. ശ്രദ്ധിക്കുക. മുജുവാക്ക് വരി നമുക്ക് പറഞ്ഞു തീർക്കാം. വരി അല്ല പറഞ്ഞു തീർക്കാം. മുസാഖിൻ പറഞ്ഞു വരി. വണ്ടിക്ക് ഒരു കോംപ്ലിമെന്ററി നമ്മള് ഗിഫ്റ്റ് കൊടുക്കാം. ഇത് നമ്മളെന്താ ചെയ്യാറ്? മുസാഖ് വരി പറഞ്ഞുതരാം. വണ്ടിയോടെ മത്സരിച്ചിട്ടുണ്ട്. ഒന്ന് ജീപ്പ് എന്തായാലും പുറത്തായിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നത് ഈ എത്തിയോസിന്റെ നമ്മള് ബലൂന് വെച്ചോടുത്ത് ബലൂന് വെച്ചപ്പോ ഓട്ടായി പോയത് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല. അത് സ്റ്റാർട്ടാക്കിയ എല്ലാ വണ്ടിയും കൂടെ സ്റ്റാർട്ടാക്കിയതിന്റെ ശേഷമാണ് വിവരം അറിയുന്നത്. ഇതിന്റെ ഓണർമാരുടെ അടുത്ത് ചോദിക്കുക എന്താ ചെയ്യണേ? ഒന്നാം സമ്മാനം എനിക്ക് അറിയില്ല. ഇവിടെ വണ്ടി റൂട്ടിൽ അഭിപ്രായം. ഒന്നാം സ്ഥാനം സംസീറിന്, രണ്ടാം സ്ഥാനം റാസിക്കിന്, മൂന്നാം സ്ഥാനം ഇയാള് കച്ചറ ഉണ്ടാക്കുന്ന ഹൈബ്രിഡിന് കൊടുത്താണ് തീരുമാനാക്കാം. മൂന്നാം സ്ഥാനം ഞാൻ 1 2 കൂടെ തീരുമാനാക്കിയിട്ടുള്ളൂ. ഈ ഒരു വേണ്ട ഒന്നാം സ്ഥാനം നാസുവിനോട് കമ്മിറ്റി മാപ്പും പറയാം. അത്ര തന്നെ. നമ്മള് സ്റ്റാർട്ടാക്കി വണ്ടിന്ന് ഇറങ്ങണം എന്നാ പറഞ്ഞത്. ഓല് സ്റ്റാർട്ടാക്കി വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ സിസ്റ്റം എന്താ നമുക്ക് അറിയില്ലായിരുന്നു. സംഗതിയില് ആക്സിലേറ്റർ കൊടുത്താലാണ് ആ വണ്ടി ഇതാ ഉള്ളൂ. ഫസ്റ്റ് ജീപ്പിന് വേണമെന്നാ മൂപ്പര് പറഞ്ഞത്. മത്സരത്തിൽ പങ്കെടുക്കാത്ത സിദ്ദീഖിന് എന്താ പറയാ അധികാരമുള്ളത്? ഫസ്റ്റ് സംസീറിന്, റാസിക്കിന്, തേർഡ് ഹൈബ്രിഡിന്, റാസിനോട് കമ്മിറ്റി നമ്മള് ഇവനോട് കമ്മിറ്റി ഇവനോട് മാപ്പ് പറയാണ്. ബലൂന് വെച്ചുകൊടുത്ത് അപ്പൊ പ്രശ്നം കണ്ടോ. അപ്പൊ നമുക്ക് അടുത്ത കളി ഇതിൽ ഉഷാറാക്കി വെക്കാം. ഓക്കെ റെഡി. അപ്പൊ അങ്ങനെ ഒന്ന് തീരുമാനിച്ചു. ഇനി നമ്മള് സെക്കൻഡ് വരുന്നത് ആ തലക്കലുള്ള വണ്ടിയാട്ടോ. ഞാൻ പറഞ്ഞുതരാം. തേടല്ല, നമ്മളെന്താ അറിയോ, ഈ മത്സരത്തിൽ നമ്മളെ വണ്ടി അതായത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അനീതി ആയതുകൊണ്ട് നമ്മളതിന് മാറിക്കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. അതാണ് ഇതിന്റെ മര്യാദ. പ്രശ്നമില്ല. ബാക്കിയുള്ള ഫസ്റ്റും സെക്കൻഡും തേർഡും തെരഞ്ഞെടുത്തിട്ട് ഇത് അതിൽ പെടാത്തോണ്ട് നമ്മൾ മാറിക്കാണ്. നമ്മള് തീരുമാനം ഹൈബ്രിഡ് സ്റ്റാർട്ടാക്കിയത് അറിയാത്തോണ്ടാണ് നമ്മള് വെച്ചത്. അപ്പൊ എനിക്കത് അറിയില്ല സംഗതിയില്. വണ്ടി കയറി റേസ് ആക്കിയാലും മാത്രമേ വെക്കാതെ മത്സരം നടത്താൻ അത് നമുക്ക് വേറെ വെക്കാം. ഇത് നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചാ ഓക്കെ. അപ്പൊ നമ്മള് മുജുവാഖിനോട് കമ്മിറ്റി മാപ്പ് പറയാ. കമ്മിറ്റി മാപ്പ് പറയാനില്ല. മുജുവാഖ പോലെ ഇതില് സെക്കൻഡ് സ്വിഫ്റ്റ് ഇതാ. ഈ വണ്ടിന്റെ സമ്മാനം മുജുവാഖ ഒരു ചെറിയൊരു ക്യാഷ് എങ്ങനെ കൊടുക്കി സമ്മാനം കൊടുക്കണ്ടേ? ഇവിടെ ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസ് റെഡി.
തീരുമാനമായി. ഓക്കെ. ഞാനൊരു മത്സരം നടന്നതില് ഞാൻ പറഞ്ഞില്ല ഒരു ടെസ്റ്റ് എടുത്തതിൽ അന്ന് ഈ വണ്ടി തന്നെ വിജയിച്ചത്. അന്ന് 2 വണ്ടിക്ക് വെച്ചിട്ടുള്ള 20 റുപ്യന്റെ ബലൂൺ വെച്ചിട്ട്. അപ്പൊ ഇന്ന് ഓക്കെ. അപ്പൊ ഇവനുള്ള ക്യാഷ് പ്രൈസ് അയൽവാസിയാണ്, പ്രവാസിയാണ്, ഇവിടെ സമ്പന്നനാണ്. സായിട്ടുണ്ട് സായിട്ടം പറഞ്ഞോ സായിട്ടുണ്ട്. പിന്നെ ആരാളെ പൈസ ഇടുവാ അല്ല ജസ്റ്റ് ഇടുവാ നിങ്ങൾ 3 ആളും കൂടിയിട്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളെ കളിയിലെ ഒരു കണ്ടന്റ് നമ്മളെ മറ്റേ കണ്ടൻസന്റ് നമ്മളെ അബീവ് ദീർഘകാലത്തെ ചെറിയ അസുഖത്തിന് ശേഷം അബീവോട് നമ്മളെല്ലാ കളിയിലും പങ്കെടുത്ത ഒരാളാണ് അബി പറഞ്ഞ ആള്. കുറച്ച് ആള് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് അന്ന് ഇറങ്ങിയിട്ടുള്ള ആള്. മൂപ്പരത്തും കാറുണ്ട്. അന്റെ കാറ് മറ്റേതല്ലേ ഇലക്ട്രിക് അല്ലേ? ആ ഓക്കെ. അപ്പൊ ഓനെ കാർ എന്തായാലും പറ്റില്ല. അപ്പോ ഒരു അസുഖമായിട്ട് കുറച്ചു കാലം റെസ്റ്റിലേനി. ആള് തടിയൊക്കെ രണ്ടാമത് ഒന്നാണ് എല്ലാ മത്സരത്തിനും ഞാൻ പങ്കെടുക്കലുണ്ട്. ഈ അസുഖമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതിലും പങ്കെടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇനി എല്ലാ മത്സരത്തിലും സജീവമായിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരി. അപ്പൊ സ്ഥിതി പിടിച്ചോ, മൈക്ക് പിടിച്ചോ. അപ്പൊ ഇതിൽ ഇജോടന്നോ കൂട്ടത്തിലെന്നോ. അപ്പൊ ഇതില് നമ്മളെ ഇവനെ സംസീറിന് ചെറിയൊരു മെഡൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഷാഫി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതിലിപ്പോ നമ്മളെ ഇവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ സാജുട്ടനുണ്ട്, അബീവുണ്ട്, ഫൈസലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. ഇവര് 4 ആളും കൂട്ടിയിട്ടാണ് സ്ഥിതി പോകാൻ നിൽക്കുന്നോ. നമ്മളെ കളി മുഴുവൻ നേന്ത്രം സ്ഥിതിക്ക് വേണ്ടി എടുത്താട്ടോ. നിന്നോട് ഓക്കെ. ഇവിടെ തുടങ്ങും. അപ്പൊ ഒന്ന് പിടിച്ചോളി. നിങ്ങൾ 3 ആളോട് കൂട്ടിയിട്ട് ഇവന് കൊടുത്താൽ ചെറിയൊരു ക്യാഷ് പ്രൈസ് പിടിച്ചോളൂ. സാഫി പോയോ? ആ സാഫി മെഡൽ. ഓക്കെ റെഡി. അപ്പൊ ഓക്കെ. ഈ ഒരു കളി വിവാദമായി തീർന്നിട്ടുണ്ട് തൽക്കാലം. നമുക്ക് സംഗതിയിൽ ആ കാറിന്റെ പ്രശ്നം എനിക്ക് അറിയില്ല. പറഞ്ഞോളി. എങ്ങനെ മതിയോ? ആ പറഞ്ഞാൽ മതി. അതായത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിങ് ഫുൾ ആയിട്ട് വരുന്നത് അത് ഹൈബ്രിഡിലാണ്. കാറിന്റെ ഇതില് എണ്ണയിലല്ല. അത് കഴിഞ്ഞ് വണ്ടി ഗിയറിൽ ഓടിയിട്ട് അത് അതിൽ വീണ്ടും കറണ്ട് റീചാർജ് ആവുമ്പോ അത് ഹൈബ്രിഡിലേക്ക് മാറും. അങ്ങനെയാണ് അതിന്റെ മൈലേജ് 23 കമ്പനി പറയുന്നത്. അപ്പോ അതിപ്പോ ഈ രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടി അതുകൊണ്ട് 18 കിലോമീറ്റർ ഇപ്പൊ ഓടി കിട്ടുന്നുണ്ട്. അതിന്റെ കാരണം വലിയ വണ്ടിയായിട്ട് മൈലേജ് കിട്ടുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട്. നമുക്ക് ആ സിസ്റ്റം അറിയില്ല. അല്ല അത് സിസ്റ്റം എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കമ്പത്തിന് ചെയ്താണ്. ഓക്കെ. മൂപ്പർക്ക് സംഗതിയിൽ നമ്മളെ കാരണമല്ലാണ് മൂത്താപ്പാനം പോലാണ്. മൂപ്പര് സംഗതി മൂപ്പർക്ക് അറിയാം. അതാണ് വണ്ടിയോടെ വെച്ചത്. എന്തായാലും എനിക്ക് സംഗതി എനിക്കത് അറിയില്ല. ഞാൻ ഓലോട് പറഞ്ഞു ചെയ്തല്ലോ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന്. ഓല് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതങ്ങനെ നിൽക്കും കാലാകാലം. അപ്പൊ ഇനി നമ്മളെ ഗെയിമിൽ നമ്മളെ NR ഗെയിം ചലഞ്ചറിന്റെ മത്സരത്തിൽ ഇനി അടിപൊളി ഗെയിമുകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഒരു മത്സരം ഞാനിവിടെ കണ്ടിട്ട് ഞാൻ ബൈക്കിനൊക്കെ ചെറുങ്ങനെ സൈലൻസറിനെ വെച്ചിട്ട് ബൈലൻഡൊക്കെ വെച്ചിട്ട് പൊട്ടിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചലഞ്ചായിട്ട് നടത്തുന്നത് ഞാൻ ഒരു കണ്ടിട്ടില്ല. അപ്പൊ നമ്മളൊരു ഐഡിയയിൽ വന്നപ്പോൾ ഞാൻ നടത്തിയാണ്. അപ്പോൾ ഇനി നല്ല ഐഡിയപരമായിട്ടുള്ള നല്ല അടിപൊളി ഗെയിമുകൾ നമ്മളെ ഗെയിമിൽ നമ്മളെ ചലഞ്ചിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത മത്സരത്തിൽ കാണുന്നവരെല്ലാവരോടും ഓക്കെ ബൈ. ശരി കട്ട് ചെയ്തോ.